അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചതാണ്. പിന്നെ ഇനി പിന്നെ നമ്മുടെ വേറൊരു സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു കോംപ്രഹെൻഷൻ എന്നുള്ളത്. ഇത് നിങ്ങളുടെ സബ്ജക്റ്റിലും ഉണ്ടാവും. സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന നെറ്റിലൊക്കെ ഒരു 20 മാർക്കിനെങ്കിലും സബ്ജക്റ്റ് പേപ്പറിലും കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. അത് അറബിയിലാണെങ്കിൽ നിങ്ങൾ അറബി പാരഗ്രാഫ് അവിടെ കൊടുക്കും. എന്നിട്ട് പിന്നെ അറബിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാകുന്നത് കൊണ്ട് അറബിയിലും ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. അതായത് പിന്നെ ഒരു പാരഗ്രാഫ് കൊടുക്കും, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ, അങ്ങനെ രണ്ട് രീതിയിൽ 10 ക്വസ്റ്റ്യനോളം പിന്നെ എവിടുന്ന് 20 മാർക്കിന്, അതായത് ശരിക്കും സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ 200 മാർക്കിനാണ്. അതിൽ 20 മാർക്ക് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്, അതാണല്ലോ ഇപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരു പിന്നെ ഓഫ്ലൈൻ ആകുമ്പോഴുള്ള സുഖം, നമുക്ക് ഇത് വായിക്കുമ്പം ഇത് പിന്നെ അണ്ടർലൈൻ ചെയ്യാം. ഇത് വായിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്. ചിലർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റിൽ തന്നെ ഈ പാരഗ്രാഫ് വായിക്കാൻ തുടങ്ങിയില്ല. ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. പ്രത്യേകിച്ച് ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ഇന്ത്യ ഷെയർ ഇൻ ദ സെമി കണ്ടക്ടർ ഗ്ലോബൽ ടാലന്റ് പൂൾ ഈസ്, പിന്നെ ആസ് എ റിസൾട്ട് ഓഫ് ദ ചിപ്പ് ബൂം. വേണമെങ്കിൽ ഓപ്ഷൻ വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കാം. വർക്ക് പ്ലേസ് ഇൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെക്ടർ വിൽ. അപ്പോ ഇതിങ്ങനെ വായിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യും, ഈ 5 വേണമെങ്കിൽ വായിക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ണോട് ചെയ്യുക. അപ്പൊ ഇതൊരു റിവേഴ്സ് സ്റ്റൈലാണ് ഇത്. എന്നിട്ട് നേരെ തിരിച്ച് പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം ചില വേർഡുകൾ. സെമി കണ്ടക്ടർ, ഇവിടെ ചിപ്പും എന്നൊക്കെ കണ്ടു, ഇനി അത് അണ്ടർലൈൻ ചെയ്യാം. നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതില് വന്നത് ഇത്രയാണ്. അപ്പം ഇനി 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് വായിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവും. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു നോക്കാം. എന്നിട്ട് ആ കീവേഡ്സുകൾ ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പിന്നെ കോംപ്രഹെൻഷൻ ഡയറക്റ്റ് ആയിട്ട് അതിൽ ആൻസർ ഉണ്ടാവും. ഇത് 1/3 എന്നുള്ള ആൻസർ ഒക്കെ ഇതിൽ ഡയറക്റ്റ് ആണ്. സെമി കണ്ടക്ടർ പ്ലാൻ ഇതിൽ ഏകദേശം എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിന്നെ കോംപ്രഹെൻഷൻ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കാണ്. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ 1-2 എക്സാമ്പിൾസ് എന്തായാലും ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവും. പക്ഷെ ചില സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില സാധനങ്ങൾ വരും. അപ്പൊ അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇത് 10ാമത്തെ ഈ ക്വസ്റ്റ്യൻ കാണുന്നത് സാമ്പിളിംഗ് റിലേറ്റഡ് ആണ്. സാമ്പിളിംഗ് റിലേറ്റഡ്, അത് പിന്നെ റിസർച്ച് പാർട്ടി പഠിക്കാനുള്ള ചോദ്യമാണ് അത്. പിന്നെ അത് ആ പാർട്ട് പഠിച്ചിട്ട് നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് പഠിച്ചിട്ട് അത് നോക്കുന്നതാണ് നല്ലത്. അതേസമയം നിങ്ങൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 11ാമത്തെ ക്വസ്റ്റ്യൻ ഈ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ആ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്റ്റിൽ നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളതിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ സ്വഭാവം ഉള്ളത് ഏതാണ്? അതില് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഹോമോജീനിയസ് ഓഡിയൻസ്. അത് മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനസ്സിൽ ആലോചിച്ചാൽ മതി. ഒരു പിന്നെ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സാധനമാണ് ടെലിവിഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. ഇതൊക്കെയാണ് നമ്മൾ പണ്ടേ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ. അല്ലാതെ പിന്നെ ഓൺലൈൻ മീഡിയ ആ രീതിയിലല്ല. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ടെലിവിഷൻ, അതേപോലെ തന്നെ പേപ്പർ. ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, ന്യൂസ് പേപ്പേഴ്സ്. ഒന്നാമത്തത് ഹോമോജീനിയസ് ഓഡിയൻസ് എന്നുള്ളതാണ്. ആ വേർഡിന്റെ ഇവിടെയും അതാണ്. നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ഉള്ള ആൾക്ക് ഇതിലൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഹോമോജീനിയസ് ഹോമോജീനിയസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ വേർഡ് കേട്ടിട്ടുണ്ടോ? ഇതാണ് വൊക്കാബുലറിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ജനറൽ പേപ്പറിൽ. അപ്പൊ നിങ്ങൾ പിന്നെ എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പം അറബിയും ഇംഗ്ലീഷും രണ്ടും വൊക്കാബുലറി ഡെയിലി വികസിപ്പിച്ച നല്ല ഉപകാരമാണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഇത് ടെലിവിഷൻ എന്താ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്താന്നുള്ളത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഉം. എക്സാമ്പിൾസ് ആണെന്ന് അറിയാം. ഹോമോജീനിയസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരേ വിഭാഗത്തിലുള്ള ഓഡിയൻസ്. ഹോമോജീനിയസ് സെയിം ഓഡിയൻസ് അല്ലെങ്കിൽ ഒരേ ടേസ്റ്റ് ഉള്ള ഓഡിയൻസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോജീനിയസ്. ആ വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് പല തരം ആൾക്കാർ.
ആ ഒറ്റ വേർഡിന്റെ മീനിങ് അറിയുന്ന ഒരാൾക്ക് അറിയാം, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഹോമോജീനിയസ് ഓഡിയൻസിനുള്ളതേ അല്ല. അത് പല തരത്തിലുള്ള ആൾക്കാരാണ് അത് കേൾക്കുക. നമ്മളൊരു ടെലിവിഷൻ ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ പത്രം സിറാജ് പത്രമാണെങ്കിൽ സിറാജ് പത്രം നടത്തുന്നു, അത് വായിക്കുക ഏതെങ്കിലും നമ്മളെ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളവർ മാത്രമല്ല. ഇപ്പൊ ഈവൻ സുപ്രഭാതത്തിന്റെ വിഷയത്തിലൊക്കെ എന്തുകൊണ്ട് ഇഷ്യൂ ഉണ്ടാകുന്ന, അവരെ പത്രത്തിന്റെ സൈഡിൽ നിന്നുള്ള അവർക്കുള്ള ഒരു ന്യായം എന്ന് പറയുന്നത്, ഈ പത്രം എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടി ഇറക്കുന്നതാണ്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ പരസ്യത്തിൽ കൊടുക്കേണ്ടി വരും. കാരണം ഹെട്രോജീനിയസ് ആയിരിക്കും ഓഡിയൻസ് എന്നുള്ളതാണ്. അതേസമയം അപ്പൊ ഹോമോജീനിയസ് ഓഡിയൻസ് എന്നുള്ളത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ ഒരിക്കലും അല്ല. അത് പിന്നെ ഒരിക്കലും അതിന്റെ ശരിയായ ഒരു സ്വഭാവമല്ല, സവിശേഷതയല്ല. അപ്പൊ അവിടെ തന്നെ നമുക്ക് അതങ്ങ് കട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുള്ളത് ഉറപ്പിച്ചു നമ്മള്. നമുക്ക് ആ വേർഡ് മീനിങ് വായിച്ചപ്പോ തന്നെ ഒന്നാമത്തെ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പിന്നെ നമ്മൾ അതിന്റെ അകത്ത് പിന്നെ ആ ഓപ്ഷൻ അപ്പൊ തന്നെ നമുക്ക് ഉറപ്പാണ്, ഹോമോജീനിയസ് ഓഡിയൻസ് ഒരിക്കലും അതിന്റെ സ്വഭാവം അല്ല എന്ന് ഉറപ്പായാൽ നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് പോകണം. ഒന്ന് നമുക്ക് ഉറപ്പായാൽ തന്നെ അവിടെ എ വരുന്നത് നമുക്ക് ആൻസർ ആവില്ല. അപ്പൊ ഒന്നാമത്തിൽ എ ഉണ്ട്, ആ എ ഒരിക്കലും നമ്മൾ ആൻസർ ആയിട്ട് വരില്ല. അവിടെ തന്നെ നമ്മൾ ആ ഒരു തീരുമാനം എടുത്തു. ഇനി രണ്ടാമത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സോഴ്സ്. അതൊരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഒരു സോഴ്സ് ആണ്. അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് പ്രൊഫഷണലിസം അതിന്റെ അകത്ത് ഉണ്ടാവുന്നെങ്കിൽ ആലോചിച്ചാൽ മതി. അത് ശരിയാണ്, ബി എന്നുള്ളത് ശരിയാണ് ഒറ്റ വായന. മൂന്നാമത്തത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. നമ്മളൊരു പത്രത്തിലേക്ക് ഒരു ന്യൂസ് കൊടുത്താൽ, അല്ലെങ്കിൽ ടെലിവിഷനിലേക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അവിടെ കിട്ടില്ല. നമ്മൾ ഓൺലൈൻ പിന്നെ മീഡിയാസ് ആണെങ്കിൽ, സോഷ്യൽ മീഡിയാസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ടാവും. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ സാധനമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അവിടെ പെട്ടെന്ന് നമുക്കൊരു പത്രത്തിന്, ഇന്നത്തെ കാലത്ത് പിന്നെയും, പണ്ടൊക്കെ ഒരു പത്രത്തിനൊക്കെ ഒരു പ്രതികരണം അയക്കണമെങ്കിൽ പിന്നെ പ്രതികരണം അയച്ചിട്ട് അവിടത്തേക്ക് എത്തണമെങ്കിൽ എടുക്കുന്ന ടൈം ഒക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കും ഇതിന്റെ സവിശേഷതയല്ല. സി എം അങ്ങ് ഒഴിവാക്കുക. എയും സിയും എല്ലാം ഉള്ള ഓപ്ഷൻ നമുക്ക് പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും പറ്റില്ല, മൂന്നാമത്തെ ഓപ്ഷനും പറ്റില്ല. പിന്നെ ആകെ ഉള്ളത് നാലാമത്തെ ഒരു ഓപ്ഷനാണ്. ഇനി അത് ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ നോക്കിയാൽ മതി. ഡി, യൂസ് ഓഫ് മീഡിയം. യൂസ് ഓഫ് മീഡിയം ഉപയോഗിക്കാറുണ്ട്. പ്രശ്നം പെയിന്റുകളൊക്കെ എങ്ങനെ ഇന്നലെ പറയണ തൊള്ളൂർന്ന് കണ്ടി എല്ലാവർക്കും 6 മണിക്ക് മറ്റേ പഠിത്തം തുടങ്ങി. പഠനം കഴിഞ്ഞ അതാദ്യം കാര്യമായിട്ട് നമ്മൾ ഹെട്രോജീനിയസ് എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്നത്. പിന്നെ ഒരേ സമയത്ത് കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊരു സ്കില്ലുമാണ്, മൾട്ടിപ്പിൾ വർക്കുകൾ സെയിം. അപ്പൊ ഏതായാലും എനിവേ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫോർത്ത് ഓപ്ഷനിലേക്ക് പെട്ടെന്ന് എത്തി. 2 ഓപ്ഷൻ 3 ഓപ്ഷനിലേക്ക് എത്തുമ്പോഴേ തന്നെ. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാം, യൂസ് ഓഫ് മീഡിയം. ഒരു മീഡിയം ഉപയോഗിക്കാതെ കമ്മ്യൂണിക്കേഷൻ അസാധ്യമാണ്, അത് ശരിയാണ്. ദെൻ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ്. പെട്ടെന്ന് എന്ത് ചെയ്യും, മെസ്സേജുകൾ കൈമാറാൻ പറ്റും. അതും പിന്നെ ശരിയാണെന്ന് വെക്കാം. കാരണം സിയും എയും എന്തായാലും ഇതിന്റെ അകത്തേക്ക് പറ്റില്ല. പെട്ടെന്ന് മെസ്സേജ് ടെലിവിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, മെസ്സേജ് കൈമാറാൻ പറ്റും. ഓൺലൈൻ മീഡിയയോ സോഷ്യൽ മീഡിയയോ അത്ര പെട്ടെന്ന് പറ്റില്ലെങ്കിലും. അപ്പൊ ഇങ്ങനെ നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ ആൻസർ കീ വന്നിട്ടില്ല, ഇനി വരുമോ എന്ന് അറിയില്ല. പക്ഷെ ഇത് തന്നെയായിരിക്കും ശരിയാവാൻ സാധ്യത. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ദർസിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ള കുറെ സാധനമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു മൂജബ കുല്ലിയും സാലിബ കുല്ലിയും ഒക്കെ പഠിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ നെത്തീജിയും കഥകളൊക്കെ. പക്ഷെ വളരെ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ പിന്നെ ഈ പറഞ്ഞ ലോജിക്കൽ ഫാലസിയും ലോജിക്കൽ സാധനങ്ങളൊക്കെ, സിലോജിസം ഒക്കെ. അപ്പൊ ഇത് സിലോജിസത്തിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം വരാറുണ്ട്. ഒന്നിതാണ് സിലോജിസം എന്ന് പറഞ്ഞ് കേട്ടിട്ട് വലിയ എന്തോ ഒരു സാധനം എന്ന് കരുതണ്ട. നമ്മൾ മമ്മിക്ക് പഠിച്ച സെയിം സാധനമാണ്. ഇപ്പൊ ഇതില് നോ കാറ്റ്സ് ആർ നൺ ഫെലിൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്ത് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ ചോദിക്കാം. ഇതില് പിന്നെ നോ കാറ്റ്സ് ആർ നോൺ ഫെലിൻ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിൽ ശരിക്കും ഇതിൽ ഇവിടെ ആൻസർ വരുന്നത് ഓൾ കാറ്റ്സ് ആർ ഫെലിൻ എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് അത് പിന്നെ നമുക്ക് വേറെ തന്നെ ഒരു സെഷൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിക്ക് ദെൻ ഇന്ന് നമ്മള് പിന്നെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഏരിയാസ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ചെയ്തു വെച്ചപ്പോൾ. ഓക്കെ,
ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സ്ലൈഡുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു, അത് കാണാത്തോണ്ടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് ഒരു ദിവസം തന്നെ എല്ലാം കൂടി പറയാൻ നിന്നാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. അപ്പൊ നമുക്ക് റിസർച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് റിസർച്ച് എന്നുള്ളത്. ഇതില് ഐഫറിന്റെ എംബ്ലോക്ക് വരുന്നുണ്ട്. ഞാൻ ഇനി എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്, പക്ഷെ ഞാൻ ആ എംബ്ലോക്ക് ഇവിടെ കാണിക്കാൻ പാടില്ല. ഞാൻ എംബ്ലോക്ക് ഒഴിവാക്കിയിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, എനിവേ പിന്നെ ഞാൻ പറയുന്നത് പിന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ചോദ്യം ചോദിക്കുന്നതാണ്. നിങ്ങളൊരു പ്രൊജക്ട് നമ്മുടെ സാഹിത്യോത്സവിലൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ പ്രൊജക്റ്റുകൾ പിന്നെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എഴുത്ത് രീതിയുണ്ട്. അത് ശരിക്കും പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ്, റിസർച്ചിന്റെ റിപ്പോർട്ട് റൈറ്റിംഗ് ഈ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് റൈറ്റിംഗിന്റെ സ്റ്റെപ്സ്, അതേപോലെ തന്നെ റിസർച്ചിന്റെ പ്രോപ്പർ സ്റ്റെപ്സ്, അതൊക്കെ ചോദിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്രാവശ്യം ജനറൽ പേപ്പറിലാണോ സോഷ്യോളജിന്റെ പേപ്പറിലാണോ അറിയില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടു ഇപ്രാവശ്യവും. അതായത് എങ്ങനെയാണ് റിസർച്ചിൽ നമ്മൾ പിന്നെ എഴുതുന്നിടത്ത് നമ്മളുടെ പിന്നെ എഴുതുന്ന കാര്യങ്ങൾ എല്ലാം ചോദിക്കില്ല, ചില ഓപ്ഷൻ ചോദിക്കും, ഇതിൽ ഏതാണ് ആദ്യം വരിക എന്നുള്ളതാണ് ചോദിക്കുക. അതിൽ കൊടുത്ത ഒന്നാണ് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു സാധനമാണ് ഇത് അക്നോളജ്മെന്റ് എന്നുള്ളത്. അക്നോളജ്മെന്റ് എന്നുള്ളത് ഏറ്റവും ആദ്യം വരുന്ന ഒരു സാധനമാണ്. അത് പിന്നെ അതിൽ തന്നെ, കാരണം നമ്മൾ ഫസ്റ്റിലാണ് അക്നോളജ്മെന്റ് കൊടുക്കുക. പിന്നെ വരുന്ന സാധാരണ റിസർച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ അതില് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യും, ഇൻട്രൊഡക്ഷൻ. ശരിക്കും ഇങ്ങനെ നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അക്നോളജ്മെന്റ് കഴിഞ്ഞു, ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ പിന്നെ ഇതിന്റെ പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കും, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് പറയും, അതിനുശേഷം അതിൽ പിന്നെ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഹൈപ്പോത്തിസിസ്, പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറഞ്ഞത് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് മെത്തഡോളജി ചാപ്റ്റർ വരും. അവിടെയാണ് നമ്മൾ സാമ്പിളിങ്ങിനെ കുറിച്ച് പറയും, നമ്മൾ ഏത് മെത്തഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. ദെൻ നമ്മൾ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, ഡാറ്റ അനാലിസിസ് ആണ് അടുത്തതിലേക്ക് വരിക. അത് അതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടുണ്ടാവും. മെത്തഡോളജി ചാപ്റ്ററും കൂടി ചെയ്തിട്ടാണ് നമ്മുടെ ടൂൾ ക്രിയേഷൻ ഒക്കെ അതിന്റെ അകത്ത് നടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർവേ ആണെങ്കിലും എക്സ്പെരിമെന്റൽ ആണെങ്കിലും അത് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ആ ഡാറ്റ നമ്മൾ ടാബിളിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മൾ എക്സലിലോ SPS മറ്റു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് അനാലിസിസ് ചെയ്യും. ആ അനാലിസിസ് റിപ്പോർട്ട് നമ്മൾ അടുത്തതായിട്ട് തീസിസിൽ എഴുതും. പിന്നെ അതിന്റെ കൺക്ലൂഷൻ ആൻഡ് അതിന്റെ ഡിസ്കഷൻ നടത്തും. അതിനുശേഷമാണ് അതിന്റെ സജഷൻസ് ആൻഡ് ഫർദർ റെക്കമെൻഡേഷൻസ് കൊടുക്കും. ദെൻ റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, ഈ കാര്യങ്ങൾ. ഇതാണ് ശരിക്കും ഒരു റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് ഒന്ന്, റിസർച്ച് വർക്കിനെ നമ്മൾ റിപ്പോർട്ടാക്കി മാറ്റുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും എക്സാമിന് ജനറൽ പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളെ മിക്കവാറും ജനറൽ പേപ്പറിൽ തന്നെ ഈ സാധനം ചോദിക്കാറുണ്ട്. അതായത് എന്താണ് ഇതിന്റെ സീക്വൻസ് ഓഫ് ദ റിസർച്ച്. നേരത്തെ നിങ്ങൾ വേറെ വെച്ചാൽ ഇതിന്റെയൊക്കെ സീക്വൻസ് നേരത്തെ കാണിച്ച ആ ഒരു ക്വസ്റ്റിന്റെ ആ ഒരു ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ ഈ ഒരു റിസർച്ച് എഴുതുക എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പ്രൊജക്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ടൈറ്റിൽസ് അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. പിന്നെ റിസർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഉണ്ടാവേണ്ടത് നമുക്ക് കുറെ ചോദ്യങ്ങളാണ്. ഒരു റിസർച്ചിന്റെ ആ സ്റ്റെപ്സും ചോദിക്കാറുണ്ട്, നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ നമുക്ക് ആദ്യം കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. പിന്നെ അതിന് റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ എഴുതും. പിന്നെ അതിന് കുറെ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തും. ആ ഒബ്ജക്റ്റീവ്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോത്തിസിസ് എഴുതും. ആ ഹൈപ്പോത്തിസിസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ മെത്തഡോളജിയിലേക്കും അതിന്റെ കാര്യങ്ങളിലേക്കും പോകും. അങ്ങനെ ടൂൾ കൺസ്ട്രക്ട് ചെയ്യും, അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും, പിന്നെ അത് ഉപയോഗിച്ച് നമ്മുടെ പ്രോസസ് ഓഫ് റിസർച്ച് നടത്തും, ഡാറ്റ കളക്ഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ടാക്കി മാറ്റും. ഇതാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നോർമലായിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ. ഇനിയിപ്പം അത്യാവശ്യം സമയം നമ്മൾ ഇതിനകത്ത് ഒരു ദിവസം തന്നെ ഒരുപാട് പറഞ്ഞാൽ പലപ്പോഴും ഒന്നും ഒരു ഉപകാരം ഇല്ലാതായി മാറും.
അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഫിക്സ് ചെയ്തിരുന്നില്ല, ഒരു ഇൻട്രോ പറയാന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്നുകൂടി കുറേ ഇൻട്രോ പറയുന്നതിനേക്കാൾ നല്ലത് ഫ്രൂട്ട്ഫുൾ ആവുക ഈ ഒരു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഏതായാലും പിന്നെ ഇതാണ് ഞാൻ ഇന്നിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. പിന്നെ ബാക്കി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴെങ്കിലുമൊക്കെ ഇതിന്റെ കണ്ടിന്യൂസ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം നോക്കി നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വല്ല കാര്യമെങ്കിൽ ചോദിക്കാം. ഇതില് 10 യൂണിറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും യൂണിറ്റിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടോ? കൂടുതൽ അങ്ങനെ ചോദിച്ചാല് പിന്നെ ഞാനതിൽ പറയാം, പിന്നെ നമ്മൾ എല്ലാ യൂണിറ്റും ജസ്റ്റ് ക്യാരി ഇറങ്ങണം. പിന്നെ അതില് പിന്നെ നമ്മൾ ഈ ചില സബ്ജക്റ്റുകൾ പിന്നെ ഇതില് അറബിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അറബി നെറ്റ് ഞാൻ എഴുതി നോക്കിയിട്ടില്ല. ഇപ്പോൾ കൊമേഴ്സ്, എഡ്യൂക്കേഷൻ, നമ്മൾ ഇതിലൊക്കെ നമ്മൾ അതിൽ പറയാറുള്ളത് റിസർച്ച് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, പിന്നെ ഫോക്കസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. കാരണം റിസർച്ച് സെക്കൻഡ് പേപ്പറിലും ചോദിക്കും. അതേസമയം അത് ഞാൻ സോഷ്യോളജി സംഗതി പ്രാവശ്യം എഴുതിയിരുന്ന സോഷ്യോളജിന്റെ സിലബസ് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് പേപ്പർ. പക്ഷെ അതിലും സെക്കൻഡ് പേപ്പറിൽ റിസർച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് റിസർച്ചിന്റെ ഒരു ചെറിയൊരു ഇൻട്രോ പോലെ ഒരു ചെറിയ സാധനം പറഞ്ഞത്. അപ്പം ഏറ്റവും പിന്നെ മാത്രമല്ല, വേറെ പല സ്ഥലത്തുനിന്നും ക്വസ്റ്റ്യൻസ് കുറഞ്ഞാലും റിസർച്ചിന്റെ ക്വസ്റ്റ്യൻസ് കുറയില്ല മിക്കവാറും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയാം. കാരണം നമ്മൾ ഇത് ചെയ്തിട്ട് ഒരാൾക്ക് JRF കിട്ടിയാൽ അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? റിസർച്ച് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എനിക്ക് തോന്നിയിട്ടുള്ളത് റിസർച്ച് ആണ്. പക്ഷെ അത് വലിയൊരു ഏരിയ ആണ്. അതിൽ നമ്മൾ അതേസമയം നമ്മൾ ചെയ്യേണ്ട വേറൊരു സാധനമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പറേഷന് പല സ്ട്രാറ്റജീസും പലർക്കും യൂസ് ചെയ്യാം. വലിയ ഏരിയകൾ നമ്മൾ പിന്നെ അതിന്റെ മുകളിൽ മാത്രം ഒരാൾ എന്ത് ചെയ്തു, അടുത്തൊരു 6 മാസം അയാൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. 6 മാസം പഠിക്കാൻ 6 മാസത്തിലധികം പഠിക്കാൻ റിസർച്ച് ഉണ്ട്. റിസർച്ച് മാത്രം പഠിച്ച് അവിടെ ഇരുന്നു ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു പിന്നെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ, നോട്ട്ബുക്ക് വേണം, ഏറ്റവും കുറഞ്ഞ ജനറൽ പേപ്പറിന് ഒരു നോട്ട്ബുക്കും വേണം. നിങ്ങളെ പേപ്പർ 2ന് ഒരു നോട്ട്ബുക്ക് നിങ്ങളെ കയ്യിൽ വേണം. ഈ ഗൈഡുകളൊക്കെ കുറവ്. അപ്പൊ നിങ്ങൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, എല്ലാ യൂണിറ്റിനെ കുറിച്ചും ഒരു ചെറിയൊരു സാധനമെങ്കിലും എല്ലാ യൂണിറ്റ് 10 യൂണിറ്റിനെയും ടച്ച് ചെയ്തിട്ട് ഓരോ പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതില് പിന്നെ ഈ പറഞ്ഞ ICTയും വളരെ വലുതാണ്. പക്ഷെ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പിന്നെ നമ്മള് ലോകത്ത് ഇതിന്റെ ഒരു വേറെ തമാശ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും നമ്മൾ അത് നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചിലപ്പം അവിടെ ഡിബേറ്റുകൾ നടത്തുമ്പോഴും എത്ര ചെറുത് എന്ന് നമ്മൾ കരുതുന്ന ടോപ്പിക്കും അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതനുസരിച്ച് അതിന്റെ ഡെപ്ത് ആഴം നമുക്ക് മനസ്സിലാവും. അത് ഇതിലും അങ്ങനെ തന്നെ ചിലപ്പോൾ സംഭവിക്കാറുള്ളത്. ഇപ്രാവശ്യം ജനറൽ പേപ്പറിൽ തന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാല് പിന്നെ വാട്ടർ ഡിസീസിന്റെ പിന്നെ ഡിഫറെന്റ് കാറ്റഗറീസ്, അതായത് അത് പിന്നെ അത്രയും താഴോട്ട് പോയിട്ട് അപ്പൊ ഡിസീസുകളെ കുറിച്ച് ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്ക് മാത്രം. അത് ശരിക്കും എൻവിറോൺമെന്റ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ്. എൻവിറോൺമെന്റ് എന്നുള്ളത് പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് എന്നതാണ് ആ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഏരിയ പ്രധാനം മറ്റത് പ്രധാനമല്ല എന്നും പറയാൻ പറ്റില്ല. പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് ക്വസ്റ്റ്യൻസ് എന്ന് വരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എല്ലാ യൂണിറ്റും ടച്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഈവൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും ഒരു എക്സാമ്പിളെങ്കിലും നമ്മൾ ചെയ്തു നോക്കുക. കോംപ്രഹെൻഷൻ ആണെങ്കിലും ഒരു എക്സാമ്പിളെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. സോൾവ് ചെയ്തത് അത് പിന്നെ ചെയ്ത് നോക്കുക. എല്ലാം ആദ്യം ടച്ച് ചെയ്യുക. പിന്നെ നിങ്ങളെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയ മെറ്റീരിയലുകളും ഒക്കെ നോക്കിയിട്ട് ഓരോന്നോരോന്ന്. ICTയും റിസർച്ചും വല്ലാതെ ചോദിച്ച് കാണാറുണ്ട്. റിസർച്ചും ICTയും. ഓക്കെ, ഞങ്ങളിപ്പോ 12 കുട്ടികളുണ്ട് മൊത്തത്തിൽ ഈ ക്ലബില്. ഓക്കെ, അപ്പൊ ഞങ്ങള് ജനറൽ പേപ്പറിനും ഞങ്ങളെ സബ്ജക്ട് പേപ്പറിനും ഓരോ ഗൈഡ് മേടിച്ചിട്ടാണ് ഞങ്ങള് പ്രിപ്പറേഷൻ നടത്തണേ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗൈഡില് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, വിഷയങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ ആഴ്ച ഓരോ യൂണിറ്റ് എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആഴ്ച അവസാന സമയത്ത് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു പേഴ്സണൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ പോയാൽ പോരെ, വേറെ എന്തെങ്കിലും ഞങ്ങള് ഇതില് എന്താ പറയാ, അടുത്ത ഡിസംബറിലുള്ള ഒരുക്കം എങ്ങനെ വേറെ ഏതെങ്കിലും രൂപത്തിലാക്കണോ എന്നുള്ള
അത് ഒരു സംഭവമാണ്, ഒരു സ്ട്രാറ്റജിയാണ്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം, നിങ്ങൾ ഇത്ര പേരുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഏതെങ്കിലും ഒരു നിങ്ങളെ സ്ഥാപനത്തിന്റെ സിറ്റുവേഷനും കൂടി എനിക്ക് അറിയില്ല. എല്ലാവരും കൂടി ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും കൂടി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ അവരുടെ മെറ്റീരിയൽസ് അത് ഐഫറിന് ആവണമെന്ന്, ഐഫറിന് നല്ല റൈറ്റ് ആണ്. അതല്ലാതെ വേറെ കോച്ചിങ് നടത്തുന്നവരുണ്ടാവും. നിങ്ങൾക്ക് അപ്പോൾ ഒരാൾ ഒരു എമൗണ്ട് എടുത്തിട്ട് അയാൾക്ക് അത് യൂസ്ഫുൾ ആവാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വരെ എല്ലാവരും കൂടി ഒരു കോഴ്സ് വാങ്ങുക. ഏറ്റവും കുറഞ്ഞതെന്ന് വെച്ചാൽ കുറെ മോഡൽ ക്വസ്റ്റ്യൻസും കുറെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവും. ആ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. എല്ലാവരും കൂടി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഉദാഹരണത്തിന് അതിൽ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമിലായിട്ടും ഈവനിങ് ടൈമിലൊക്കെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഓപ്ഷൻ കൂടി ആലോചിച്ചോട്ടോ, എത്രത്തോളം സാധ്യമാണെന്നുള്ളത്. ഏതെങ്കിലും ഒരു നെറ്റ് ജനറൽ പേപ്പറിൻ്റെതും ആണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് പേപ്പറിന്റെ ആണെങ്കിലും എല്ലാവരും കൂടി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 10,000 രൂപയാണെങ്കിൽ 12 പേരുണ്ടാകുമ്പോൾ 1000 ഒരാൾ എടുക്കേണ്ടി വരുമല്ലോ. അതുകൂടി ആലോചിച്ചു. അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ എന്തായാലും ചില ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF കിട്ടും. വേറൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഫ്നാൻ പേഴ്സണലായിട്ട് ചോദിച്ചോട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എഡ്യൂക്കേഷനിൽ തന്നെ ഇപ്പൊ PG ചെയ്യുന്ന ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ട് 1-2 ആൾക്കാർക്ക് ഉസ്താദിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് പേഴ്സണലി വരുമോന്ന് അറിയില്ല. എഡ്യൂക്കേഷനിൽ PG ചെയ്യുന്നവരാ? എഡ്യൂക്കേഷനിൽ PGയും പിന്നെ ഒരാൾ നെറ്റും ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു എഡ്യൂക്കേഷനിൽ. അപ്പൊ അവന് PG എവിടുന്നാ ചെയ്യുന്നത്? PG ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചെയ്യണേ. ഒരാൾ കംപ്ലീറ്റ് ചെയ്തു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ. വേറൊരാൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അവരിങ്ങനെ പേഴ്സണൽ നമ്മളെ ക്ലബിൽ ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മുടെ ക്ലബിൽ അറബി മാത്രമായതുകൊണ്ട് അവര് പേഴ്സണൽ നോക്കിക്കോളാന്നുള്ള നിലക്ക് അവര് വന്നിട്ടില്ല. പക്ഷെ അവസാന്റെ നമ്പർ എഡ്യൂക്കേഷനിലായതുകൊണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവസാന നമ്പർ കൊടുത്തണ്. പക്ഷെ അവർക്ക് നിങ്ങളൊന്നിച്ചിട്ട് ജനറൽ പേപ്പറിന്റെ വിഷയത്തിൽ ഒരുമിച്ചിരിക്കാലോ. അല്ല, ഒരാള് ഇപ്രാവശ്യം അവിടുന്ന് ഇറങ്ങിയതാണ്. ഈ കഴിഞ്ഞ കൊല്ലം നെറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആള്. നിങ്ങൾ ഈ 12 പേരും അവിടെ ഉള്ളവരാണോ? അവിടെ ഉള്ളവരാണ്. ഒരാള് പിന്നെ ഓന് എഡ്യൂക്കേഷനിൽ MA ചെയ്യുന്നുണ്ടെങ്കിലും BEd കൂടി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരേ ടൈമില്. അപ്പൊ അതിന്റെ ഒപ്പം നെറ്റും കൂടി ആവും പറഞ്ഞിട്ട് ഓന് കുറച്ച് കഴിയട്ടെ അങ്ങനെ നിൽക്കുക. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ BEd PGയും പിന്നെ നെറ്റും കൂടി ഒപ്പം പോകൂല എന്നുള്ള നിലക്ക്. ആയിക്കോട്ടെ, അവസാനിപ്പിക്കല്ലേ അതിന്റെ പഠനത്തിലും ജീവിതത്തിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഏതെങ്കിലും അവസരം കിട്ടിയാൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് സ്ഥാനം വീണ്ടും വിളിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ചെലവഴിച്ച സമയമൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയത്നമായിട്ട് അള്ളാഹ് സ്വീകരിച്ചിട്ട് എല്ലാം എളുപ്പമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആയിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.